നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. ടോപ്പ് 25 കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, എത്രാമത്തെ JC ഡാനിയൽ അവാർഡാണ് TV ചന്ദ്രന് ലഭിച്ചത്? 2022 TV ചന്ദ്രന് JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. എത്രാമത്തെ? 30ാമത്തെ JC ഡാനിയൽ പുരസ്കാരം. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവാര്? TV ചന്ദ്രൻ. അല്ലെങ്കിൽ ചോദിക്കാം, 2022 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? TV ചന്ദ്രന്. അപ്പൊ JC ഡാനിയൽ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ, കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 2022 JC ഡാനിയൽ പുരസ്കാര ജേതാവാരാണ്? TV ചന്ദ്രൻ. ഇദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ്. 30ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവാരാണെന്ന് ചോദിച്ചാലും TV ചന്ദ്രനാണ്. അങ്ങനെയെങ്കിൽ 29ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവാര്? അല്ലെങ്കിൽ 2021 JC ഡാനിയൽ പുരസ്കാര ജേതാവാര് എന്ന് ചോദിച്ചാൽ KP കുമാരനാണ്. KP കുമാരൻ. അപ്പൊ ചോദ്യം എന്തായിരുന്നു? എത്രാമത്തെ JC ഡാനിയൽ അവാർഡാണ് TV ചന്ദ്രന് ലഭിച്ചത്? 30ാമത് 2022. ക്ലിയർ. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന വിശേഷണം തിരിച്ചുപിടിച്ചത് ഏത് ജില്ലയാണ്? ഇപ്പോ നിലവിൽ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഏത്? പാലക്കാടാണോ? അല്ല, ഇടുക്കി. ഇടുക്കി ജില്ലയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല. എങ്ങനെയാണ് ഇടുക്കി ജില്ലയ്ക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന വിശേഷണം ലഭിച്ചത്? ദേവികുളം താലൂക്കിൽ ഉൾപ്പെട്ട ഇടമലക്കുടി വില്ലേജിന്റെ ഭൂവിസ്തീർണം വർദ്ധിപ്പിച്ചതോടുകൂടിയാണ് പാലക്കാട് ജില്ലയെ പിന്തള്ളി ഇടുക്കി വീണ്ടും 1ാം സ്ഥാനം കൈവരിച്ചത്. അപ്പൊ ദേവികുളം താലൂക്കിൽ ഉൾപ്പെട്ട ഇടമലക്കുടി വില്ലേജിന്റെ ഭൂവിസ്തീർണം, ഏരിയ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതോടെയാണ് പാലക്കാട് ജില്ലയെ പിന്തള്ളി ഇടുക്കി വീണ്ടും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായത്. അപ്പോ വലുപ്പത്തിൽ 2ാം സ്ഥാനം ഏതിനാണ്? പാലക്കാട് ജില്ലയ്ക്കാണ്. 3ാം സ്ഥാനം മലപ്പുറം ജില്ലയ്ക്കാണ്. 4ാം സ്ഥാനം തൃശൂർ ജില്ലയ്ക്കാണ്. അപ്പോൾ വലുപ്പത്തിൽ 1, 2, 3, 4 സ്ഥാനങ്ങൾ ഏതൊക്കെ ജില്ലകൾക്കാണെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനം ഇടുക്കി, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം മലപ്പുറം, 4ാം സ്ഥാനം തൃശൂർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ആദ്യ വനിതയാര്? പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ആദ്യ വനിതയാണ് ഗീതിക ശ്രീവാസ്തവ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. വനിതകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ എപ്പോഴും PSC എടുത്ത് ചോദിക്കാറുണ്ട്. വനിതകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ, വനിതകൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ PSC ചോദ്യമായിട്ട് ഇടാറുണ്ട്. ഗീതിക ശ്രീവാസ്തവയാണ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ആദ്യ വനിത. ഡോക്ടർ M സുരേഷ് കുമാറിന്റെ പിൻഗാമിയായിട്ടാണ് ഗീതിക ശ്രീവാസ്തവയുടെ നിയമനം. ഇപ്പൊ ഡോക്ടർ M സുരേഷ് കുമാർ ആയിരുന്നു നേരത്തെ, ഇപ്പോ ഗീതിക ശ്രീവാസ്തവ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പഠിക്കാൻ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പഠിക്കാൻ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അപ്പോ രാംനാഥ് കോവിന്ദ് ആണ് 8 അംഗങ്ങൾ അടങ്ങുന്ന സമിതിയുടെ അധ്യക്ഷൻ. അപ്പൊ കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഉന്നതതല സമിതി രൂപവത്കരിച്ചതായി വിജ്ഞാപനം പുറത്തിറക്കിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ സമിതിയുടെ അധ്യക്ഷൻ, ഇതിനെപ്പറ്റി പഠിക്കാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം നോക്കാം. 2023 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ തമിഴ്നാട് സ്വദേശി ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. ഡോക്ടർ രവി കണ്ണനാണ് 2023 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ തമിഴ്നാട് സ്വദേശി. അപ്പൊ ആരാണ് ഡോക്ടർ രവി കണ്ണൻ?
സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കിയ അസമിലെ സിൽച്ചർ കച്ചാലിലെ ക്യാൻസർ ചികിത്സാ കേന്ദ്രം ഡയറക്ടറാണ് ഡോക്ടർ രവി കണ്ണൻ. എന്താണ് രമൺ മാഗ്സസെ പുരസ്കാരം? ഏഷ്യയുടെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത് രമൺ മാഗ്സസെ പുരസ്കാരമാണ്. 4.16 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. രമൺ മാഗ്സസെ പുരസ്കാരം ഏഷ്യൻ നൊബേൽ സമ്മാനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? ഇമ്പോർട്ടന്റ് ചോദ്യം. സച്ചിൻ ടെണ്ടുൽക്കറെയാണ് 2023 ഓഗസ്റ്റിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തെരഞ്ഞെടുത്തത്. സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചത് തെലങ്കാനയാണ്. തെലങ്കാന. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ല? PSC 1 മാർക്ക് ചോദ്യം. തിരുവനന്തപുരം ജില്ല. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കിയിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഗോൾ കീപ്പർ ആരാ? PR ശ്രീജേഷിന്റെ ചോദ്യം. അദ്ദേഹം മലയാളി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ നേട്ടങ്ങളും PSC ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അന്താരാഷ്ട്ര ഹോക്കിയിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഗോൾ കീപ്പർ ആരാണ് എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ. കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത് ആര്? M. വെങ്കട്ടരമണയാണ് കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ടിനു യോഹന്നാന് പകരമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമനം. M. വെങ്കട്ടരമണയുടെ നിയമനം എന്ന് ഓർക്കുക. ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. വെങ്കട്ടരമണ. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാ? ഓസ്ട്രിയൻ ക്യാപിറ്റലായ വിയന്ന. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയാണ് ലോകത്തെ ഏറ്റവും താമസയോഗ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. 2023 നിപ്പ വൈറസ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത്? കോഴിക്കോട് ജില്ലയിലാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. രാജ്യത്തിന്റെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ എന്ന പേരിലാണ് രാജ്യത്തിന്റെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്നത്. ഈ പേര് നിർദ്ദേശിച്ചതാരാ? ഈ പേര് പ്രഖ്യാപിച്ചതാരാ? നരേന്ദ്രമോദിയാണ്. അപ്പൊ പഴയ മന്ദിരത്തിലെ അവസാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പേര് പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ പാർലമെന്റ് മന്ദിരം പണി കഴിയിപ്പിച്ചത് 1921 ബ്രിട്ടീഷ് വാസ്തുശില്പി എഡ്വിൻ ല്യൂട്ടന്റെ നേതൃത്വത്തിലാണ്. ന്യൂഡൽഹി നഗരവും പാർലമെന്റ് മന്ദിരവും രൂപകൽപ്പന ചെയ്തത്, ഡിസൈൻ ചെയ്തത്. 1927 ജനുവരി 18 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2023 സെപ്റ്റംബറിൽ ലിബിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്? 2023 സെപ്റ്റംബറിൽ ലിബിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ഡാനിയേൽ കൊടുങ്കാറ്റ്, സ്റ്റോം ഡാനിയേൽ. അടുത്ത ചോദ്യം, വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടിയ വനിതയാര്? ഡോക്ടർ സ്വാതി നായക്കിനാണ് വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം ലഭിച്ചത്. 2023 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലെയിൻ എന്ന നോവലിന്റെ രചയിതാവായ ഇന്ത്യൻ വംശജയാണ് ചേതന മാരു. വെസ്റ്റേൺ ലെയിൻ ഇമ്പോർട്ടന്റ് ആണ്. വെസ്റ്റേൺ ലെയിൻ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ചേതന മാരു. ഇതിന്റെ പ്രത്യേകത എന്താ? 2023 ബുക്കർ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയ നോവലാണ് വെസ്റ്റേൺ ലെയിൻ. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും മികച്ച കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനി ഏതാ? മൈക്രോസോഫ്റ്റ് ആണ്. രാജ്യത്തെ മികച്ച ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? പശ്ചിമ ബംഗാളിലെ കിരീടേശ്വരി ഗ്രാമമാണ്. അടുത്ത ചോദ്യം,
2023 ഒക്ടോബർ ഹിന്ദു പൈതൃക മാസമായി ആചരിക്കും എന്ന് പ്രഖ്യാപിച്ച US സംസ്ഥാനമാണ് ജോർജിയ. 2023 ഒക്ടോബർ ഹിന്ദു പൈതൃക മാസമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ച US സംസ്ഥാനം ഏത്? ജോർജിയയാണ്. ജോർജിയ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചന്ദ്രയാൻ 3 ചന്ദ്ര ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് മാസം 23 ഏത് ദിവസമായാണ് ഇനി മുതൽ രാജ്യത്ത് ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനമാണ്. നാഷണൽ സ്പേസ് ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ആണ് ദേശീയ ബഹിരാകാശ ദിനം. അപ്പൊ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ എങ്ങനെയാണ് നാമകരണം ചെയ്തത്? ശിവശക്തി പോയിന്റ് എന്നാണ് നാമകരണം ചെയ്തത്. ശിവശക്തി പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേരെന്ത്? പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേരാണ് എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ഈ ആത്മകഥയുടെ മലയാള പരിഭാഷയും അടുത്തിടെ പുറത്തിറങ്ങി. അതിന്റെ പേരാണ് പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ. അപ്പൊ പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ എന്ന പേരിൽ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ മലയാള പരിഭാഷയും അടുത്തിടെ പുറത്തിറങ്ങി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നത് ആരുടെ ആത്മകഥയാണ്? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഇതിന്റെ മലയാള പരിഭാഷ പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ. അടുത്ത ചോദ്യം, വയനാട്ടിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പയ്ക്ക് നൽകിയ പേരെന്ത്? ഇമ്പോർട്ടന്റ് ആണ്. ഇംപേഷ്യൻസ് സലീമി. ഇംപേഷ്യൻസ് സലീമി എന്നതാണ് വയനാട്ടിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പയ്ക്ക് നൽകിയ പേര്. അപ്പൊ കാശിത്തുമ്പയാണ് ഇംപേഷ്യൻസ് സലീമി എന്ന് ഓർക്കുക. ആരാ ഈ സലീമി? വയനാട്ടുകാരനാണ്. സസ്യ സംരക്ഷണത്തിലൂടെ പ്രശസ്തനായ പിച്ചൻ എം സലീമി, അദ്ദേഹത്തിനോടുള്ള ആദരമായിട്ടാണ് ഈ പേര് നൽകിയത്. അപ്പൊ ഇംപേഷ്യൻസ് സലീമി എന്നത് കാശിത്തുമ്പയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, അമേരിക്കയിൽ ജനപ്രതിനിധി സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ സ്പീക്കർ ആരാ? കെവിൻ മക്കാർത്തിയാണ്. കെവിൻ മക്കാർത്തി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ക്ലാസ് എടുത്ത് തന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അടുത്തടുത്ത പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.